ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് തയ്യാറാക്കുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളവും അതിൽ ഒരു 1/2 ക്യൂബ് ശർക്കരയും ഇട്ട് വെച്ചിരുന്ന് അത് അലിയിച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ ആ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അത് സ്റ്റവ് നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പാൻ വെച്ച് കൊടുത്തു. ആ സ്റ്റവും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര അവൽ ചേർത്ത് കൊടുക്കാം. നോക്കൂ, നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് നിറച്ച് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ട അവലാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്കൊന്ന് അതെല്ലാം ഒന്ന് അതിനകത്തിലെ പൊടിയൊക്കെ കളഞ്ഞു വെച്ചിരുന്നതാണ് ഞാൻ. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മളതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയേറെയാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് നമ്മൾ കൈയിൽ ഇങ്ങനെ എടുക്കുമ്പം നന്നായി പൊടിഞ്ഞു വരണം. ആ ഒരു പരുവാവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇടയ്ക്കിടയ്ക്കും എനിക്ക് ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് മാറി നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അതെല്ലാം ഒന്ന് ക്ലിയറായി വരുന്നുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അത് നമുക്ക് ഇനി ഫ്രൈ ആയി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ പാനിൽ തന്നെ വെച്ചേക്കരുത്. വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക. അത് തണുക്കട്ടെ. അതൊന്ന് തണുത്ത് വരാൻ വേണ്ടി അങ്ങോട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് എള്ളാണ്. എള്ള് കഴുകി വെച്ചിരുന്നതാണ്. അതിൻ്റെ വെള്ളമെല്ലാം മാറാൻ വേണ്ടിയാണ് ഞാനത് ആ അരിപ്പയിൽ അങ്ങനെ വെച്ചിരുന്നത്. അല്ലാതെ നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ അത് മൊത്തം അങ്ങ് പോവും. വെള്ളത്തിൻ്റെ കൂടെ കഴുകുന്ന വെള്ളത്തിൻ്റെ കൂടെ പോകും. അതുകൊണ്ട് ഞാനത് കഴുകി ആ അരിപ്പയിലേക്ക് ഞാൻ ഊറ്റി വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ ആ എള്ള് ചൂടാകാനിട്ട് ആ പാനിലേക്ക് നമ്മൾ ഒരു 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്ക് അത് ഞാൻ മുറിച്ചങ്ങണ്ട് ഇട്ട് കൊടുത്തതാണ്. നമ്മൾ അവലിൻ്റെ കൂടെ ചൂടാക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ചൂടായി വരികയില്ല. അപ്പോൾ ഇത് ഈ ചുക്കും ഏലക്കയും നമുക്കിതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചൂടായി കഴിയുമ്പോൾ അത് നമുക്ക് ആ അവലിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. ഈ എള്ള് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ജലാംശം എല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് 1 കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വരുമ്പോൾ നമുക്ക് നമ്മൾ ആ തിളയ്ക്കാൻ വെച്ചിരുന്ന ആ ശർക്കര പാനി അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ അതിൽ പൊടിയോ അഴുക്കോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. അത് നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. നന്നായിട്ട് നല്ല പാനിയായിട്ട് വരണം. ഇതിപ്പോൾ അത്രയ്ക്ക് തിക്കൊന്നും ആയിട്ടില്ല. സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിളച്ച് വറ്റില്ല. ചെറിയ ഫ്ലെയിമാണത്. നമുക്കിതിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ജീരകത്തിൻ്റെ പൊടിയും ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തേങ്ങ
ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് തേങ്ങ എടുത്ത് വെളിയിൽ വയ്ക്കാൻ മറന്നുപോയി. അത് കട്ടയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതിന് നമുക്കതിൽ തന്നെ കിടന്നങ്ങ് മെൽറ്റ് ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും. ഇനി നമ്മൾ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്ത് അതിൻ്റെ അരിയൊക്കെ മാറ്റിയിട്ട് ഞാൻ അത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി ആ തേങ്ങ ഈ ശർക്കരയിൽ കിടന്ന് വിളഞ്ഞു വരട്ടെ. നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന എള്ള് കൂടി ചേർത്തിട്ടുണ്ട്. ആ എള്ളും തേങ്ങയും ശർക്കരയും ജീരകവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയിൽ ഉപ്പ് കാണും എങ്കിൽ തന്നെയും നമ്മളത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന അവലും ഡേറ്റ്സും കൂടി, ഡേറ്റ്സ് നമ്മൾ കുതിർത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടി ചേർത്ത് ആ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞു കിട്ടി നമ്മുടെ ആ ഡേറ്റ്സും അവലും കൂടെ പൊടിച്ചത്. ആ പൊടിയാണ് ഞാനിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അവലും ഡേറ്റ്സും ഏലക്കയും ചുക്കും കൂടി പൊടിച്ച പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനി എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത്, ശർക്കര ലേശവേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഡേറ്റ്സ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല മധുരമുണ്ടാവും. പിന്നെ ഇതൊന്ന് നമുക്ക് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാനൊരു ഇത് വേണ്ടേ, അതിനു വേണ്ടിയാണ് ശർക്കര ഒരു ലേശം ചേർത്തത്. ഇനി നമുക്ക് ആ ചൂട് ആറുന്നതിന് മുന്നേ നമുക്കിത് ബോൾ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ബോളാവുകയില്ല. നന്നായിട്ട് ഉരുട്ടി നമുക്ക് എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതേ നോക്കൂ, എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് കിട്ടിയിരിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.